രണ്ട് സൈഡ്. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാലോ അല്ലെ ഞാൻ ഫേസിൽ ഇത് ഇട്ടു എന്നുള്ളത്. അത് നന്നായിട്ടല്ല. വരുമ്പോ ഒരു ഹെയർ ഡ്രയർ കൊണ്ടുവരാൻ പറഞ്ഞേ എന്താ കൊണ്ടുവന്നറിയോ? ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് 2-3 ദിവസമായിട്ട് ഇക്ക ഉണ്ടായിരുന്നില്ല. ഇക്ക ഗോവയിലേക്ക് പോയിരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി തന്നെ വേണം പറയാൻ. നമ്മുടെ ഹെയ്സന് ഭയങ്കര ഛർദിയും വയറിളക്കവും തുടങ്ങി. അതുമായി അനുബന്ധിച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്ക ഇല്ലാത്ത 2 ദിവസത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഇക്ക വന്നതിന് ശേഷം ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഹെയ്സന് പൊടിയരി കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുന്നവന്, വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഫുഡ് ഇൻഫെക്ഷൻ ആയതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഗോതമ്പിൻ്റെ ചപ്പാത്തി നമ്മൾ മാവ് കുഴയ്ക്കാണ്ട് കലക്കിയിട്ട് ലിക്വിഡ് മാവിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കൂലേ, അതാണ് കേട്ടോ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിട്ടും ചപ്പാത്തീൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഒരു റെസിപ്പി ആയിട്ട് ഫുള്ളായിട്ടൊന്നും ഇടുന്നില്ല, ഞാനിതിൽ മിക്സ് ചെയ്ത് വേണമെങ്കിൽ പറഞ്ഞുതരാം. എന്താ നമ്മൾ മിക്സ് ചെയ്തെന്ന് വെച്ചാൽ ഗോതമ്പ് മാവ് കുറച്ച് മൈദ മിക്സ് ചെയ്തിട്ട് കലക്കുക. ഈക്വൽ റേറ്റ് ഒന്നും അല്ല കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹയാൻക്ക് സാദാ ദോശ മതി എന്ന് പറഞ്ഞപ്പോൾ അവന് സാദാ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ചുച്ചുക്ക് ഇതിൽ ഗോതമ്പ് ചപ്പാത്തിയിലൊക്കെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നല്ല സോഫ്റ്റായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഓട്ടടയൊക്കെ കഴിക്കുന്ന പോലെ ആ ഒരു ടേസ്റ്റിൽ തേങ്ങാപ്പാലും പഞ്ചസാരയും കുറച്ച് ഇട്ടിട്ട് അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് ഇഷ്ടമായിട്ട് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചപ്പാത്തി അടിപൊളിയാണ്, പണിയും കുറവാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഒരു ജാർ കേക്കാണ്. വളരെ ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കാത്ത ഒരു ജാർ കേക്ക്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാനിരിക്കുകയാണ് കേട്ടോ. എന്ത് ഇത്രേ ഉള്ളു, കഴിഞ്ഞോ? അപ്പൊ ശരി, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇക്ക 2-3 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്താ ഹെയ്സന് നല്ല സുഖമില്ലാതിരിക്കുകയാണ്, അതാണ് അവനിങ്ങനെ എടുത്തു പോകുന്നത്. ഇതാണ് ഇവിടത്തെ അവസ്ഥ. ട്വിൻസ് പോലെയാണ്. ചുച്ചുക്ക് അമ്മ എടുക്കാം, സ്വത്താണ് എല്ലാരും നോക്കുന്നുണ്ട്. അപ്പൊ ഇക്ക 2 ദിവസം മുമ്പ് ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുട്ടികൾക്കും എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ അൺബോക്സിങ്ങും വേറെ കുറച്ച് കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിന്റെ മിണ്ടാണ്ടിരിക്കുക സ്വത്തുമണി. അപ്പൊ അതിന്റെ കൂടെ തന്നെ എന്റെ ഒരു സ്കിൻ കെയറും ഒരു 2 മാസമായിട്ട് ഞാൻ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഈ സാധനം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കല്ലേ. അപ്പൊ എല്ലാരും എല്ലാം റെഡി ആയിക്കോ. ഇനി തുറന്നിട്ട് ഓരോന്നോ കാണിച്ചു കൊടുക്കാം. ഇതാണ് പെട്ടി. ഹയാനിപ്പുറത്തേക്ക് നീങ്ങിയിരിക്കും. ഓപ്പൺ ചെയ്യും, ഞങ്ങളെ കാര്യം വെക്കാം. ഓരോന്നായിട്ട് കാണിക്കാം. അപ്പൊ ചുച്ചുക്ക് വാങ്ങിച്ചിട്ട് വന്ന സാധനം ഏച്ചുക്ക് ഒന്നുമില്ല, ചുച്ചുക്ക് മാത്രാണ്. ചുച്ചുക്ക് വാങ്ങിച്ചിട്ട് വന്നത് ഒരു ട്രെയിനാണ്. അടുത്തത് ഇഷ്ടപ്പെട്ട ഇത് ഹയാൻകുട്ടന്. പിന്നെ അതായത് കാഷ്നട്ടും ഇതെന്താണ് ഉണക്കമുന്തിരിയില്ല, അതാണ് കേട്ടോ. അതെനിക്ക് ഇത് എപ്പോഴാ വിളിച്ച് ചോദിക്കണെന്നറിയോ? ട്രെയിന് കയറാൻ 5 മിനിറ്റ് മുമ്പായിട്ട് എന്താ വേണ്ട വേഗം നോക്കുന്നത്. കാരണം സംഭവം രാവിലെ കാരണം അവനെ കാണുന്നില്ല. പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. തലേദിവസം നമുക്ക് പോകാൻ പറ്റില്ല, പല ഭാഗങ്ങളായി പെട്ടു. അപ്പോൾ ഈ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചൊരു മണിക്കൂർ പോകണം വേണ്ടിയിരുന്നതാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് പർച്ചേസിങ്. പക്ഷെ അവിടെ എത്തുമ്പോൾ ബ്ലോക്ക് ആയിട്ട് അവിടെ എത്തുമ്പോൾ ലേറ്റായി. അപ്പൊ ഈ 1/2 മണിക്കൂർ എന്തോ ടൈം ഉണ്ടായിരുന്നല്ലോ പർച്ചേസിങ് കയറിയിട്ട്. അവസാനം വിളിച്ചു കഴിഞ്ഞാൽ അധികം സാധനങ്ങളൊന്നും വാങ്ങണ്ടായിരുന്നു. അതല്ലേ 1/2 മണിക്കൂറിൽ എല്ലാം പഠിച്ചത്. ഇനി അടുത്ത ചുച്ചുക്ക് ദുബായിക്ക് അടിച്ചു പോകും കേട്ടോ. ദുബായ് കൊണ്ടാണ് വീഡിയോ എടുക്കാനേ ചുച്ചുനോട് ഇട്ടത്. എന്ത് പറഞ്ഞിട്ടാന്നറിയോ? ദുബായ് കൊണ്ടുപോയി. ദുബായിക്ക് നടന്നു പോകാത്ത 2 പേരും അത് പറഞ്ഞിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. അടുത്തത് അടിപൊളി സാധനമാണ്. ഇത് നല്ല റേറ്റ് കുറവാട്ടോ. ഇതുണ്ടോ ഒരു ബാക്ക് പാക്ക് ആണ്. ഈ ബാഗ് എത്ര പറഞ്ഞത്? 200 300 രൂപയുള്ളൂ. നല്ല ബാഗാണ് കേട്ടോ, നല്ല സ്പേസ് ഉണ്ട്.
ഇനി ഒരു ബാഗും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതും 300 രൂപയുള്ളൂ. ഇത് വന്നിട്ട് നല്ല ബാഗിന്റെ മെറ്റീരിയൽ. അത് വന്നിട്ട് സാധാ ബാഗിന്റെ മെറ്റീരിയലാണ്. പക്ഷെ എങ്കിലും നമുക്ക് ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ ഇതുപോലെ കുറേ സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അടുത്തത് ഇത് 300 ആണ്. പക്ഷെ ഇത് നഷ്ടമാണ് തോന്നുന്നു. കുഞ്ഞു ബാഗാണ്, പക്ഷെ 300 രൂപ എങ്കിലും കുഴപ്പമില്ല അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ക്യാഷ് ഞാൻ പൊളിച്ചു, സോറി. ക്യാഷ് ഈ വെറുതെ പടായിരിക്കണം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതന്നെ വലിയ കാര്യം. നമുക്ക് സന്തോഷമുള്ളതല്ലേ ഇത്രയും സാധനങ്ങളൊക്കെ കിട്ടിയത്. എവിടെയെങ്കിലൊക്കെ പുറത്തു പോയിട്ട് ഇക്ക ഗൾഫിൽ പോയിട്ട് വരുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് പൊളിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ഹെയർ ഡ്രയർ വാങ്ങിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ 1 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 1 മാസം ഒന്നിച്ച് നിന്നിട്ട് പിന്നെ പോയതാണല്ലോ. 1 മാസം 60 ദിവസം എന്നിട്ട് അപ്പൊ പിന്നെ അങ്ങനെ പോയിട്ട് വന്നില്ല. അപ്പൊ നമുക്ക് ഭയങ്കര മടിയൊക്കെ ഉണ്ടാവും പറയാൻ. അപ്പൊ കൂടുതൽ സാധനങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പൊ വരുമ്പോ ഒരു ഹെയർ ഡ്രയർ കൊണ്ടുവരാൻ പറഞ്ഞേ എന്താ കൊണ്ടുവന്നറിയോ? ഇതുപോലത്തെ കുറച്ച് ഹെയർ ബാൻഡ്സ്, ഹെയർ ഡ്രയർ കൊണ്ടുവരാൻ പറഞ്ഞതിന് ആകെ ചോദിച്ചൊരു സാധനമായിരുന്നു ഹെയർ ബാൻഡ് കൊണ്ടുവന്നു. ഭയങ്കര പാർസലായിരുന്നു. അപ്പൊ ഏതായാലും ഇതാണ് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്തോ. കുറേ വീഡിയോസിൽ നമ്മുടെ കുറേ ഫ്രണ്ട്സ് താഴെ കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് 2 മാസം മുമ്പ് ഒരു പ്രൊഡക്റ്റ് ഒരു ആയുർവേദിക് കമ്പനി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. റിവ്യൂവിന് വേണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ റിവ്യൂ നമ്മൾ ചെയ്യില്ല. അത്യാവശ്യം നല്ല ജെന്വൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ റിവ്യൂ ചെയ്യുന്നുള്ളൂ. സോ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. രാത്രി നൈറ്റ് ടൈമിൽ ഈ ഓയിൽ, ഇതൊരു ഓയിലാണ് കേട്ടോ, ഇറ്റേണലിന്റെ സ്കിൻ ലൈറ്റനിങ് ഓയിൽ എന്ന് പറയും. അതായത് സ്കിൻ ലൈറ്റനിങ് ഓയിൽ എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ ഡാർക്ക് സ്കിൻ ഉള്ളവർക്ക് പെട്ടെന്ന് അങ്ങനെ വെളുത്തു എന്നല്ല പറയുന്നത്. നമ്മുടെ സ്കിൻ ടോൺ എങ്ങനെയുണ്ടോ ആ സ്കിൻ ടോണിനെ ഒന്നും കൂടി ബ്രൈറ്റും സോഫ്റ്റും ഗ്ലോയിങ്ങും ആക്കി മാറ്റാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം ഇടുന്നുണ്ട്. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഇതിൽ ഇൻക്ലൂഡ് ആക്കി. ഇപ്പോൾ മഞ്ചിഷ്ടൊക്കെ അല്ലേ, മഞ്ചിഷ്ടൊക്കെ നമ്മൾ മിക്സിയിൽ പൊടിച്ചിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഒരുമറിക്ക് ഓയിൽ, കോക്കനട്ട് ഓയിൽ, പിന്നെ ആൽമണ്ട് ഓയിൽ, ഇങ്ങനെ കുമാരി ഓയിൽ, ഇങ്ങനെ കുറേ സാധനങ്ങൾ അടങ്ങിയ ഒരു സാധനമാണ്. പ്യൂർ ആയുർവേദിക് ഐറ്റം ആണ്. ഇവരെൻ്റെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ജെന്വൻ ആയിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി. ഫില്ലർ ടൈപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് ഇങ്ങനെ ഒരു 2 ഡ്രോപ്പ് ഇങ്ങനെ എടുക്കുക. നമ്മുടെ ഫേസിലേക്ക് 2 ഡ്രോപ്പ് മതിയാവും. ഇപ്പം ഞാൻ ഫേസിൽ വേറെ ക്രീംസ് ഒന്നും തേച്ചിട്ടില്ല, ലിപ് ബാമാണ് തേച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് രാത്രി നൈറ്റ് ടൈം കിടക്കുന്നതിന് മുമ്പ് ഫേസിൽ എന്തെങ്കിലുമൊക്കെ മേക്കപ്പോ എന്തെങ്കിലും വേറെ ക്രീമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഫുള്ളായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കൺമഷി ഇട്ടിട്ടുണ്ട്, അത് പരക്കൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഇങ്ങനെ ഇട്ടതാണ്. 2 സൈഡ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാമല്ലോ അല്ലേ ഞാൻ ഫേസിൽ ഇത് ഇട്ടത് എന്നുള്ളത്. അത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു തിളക്കം നമ്മളിത് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു തിളക്കം കാണാൻ പറ്റും. കണ്ടില്ലേ, നല്ല ഗ്ലോയിങ് ആയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണം, ഈ സാധനം വേണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്നതായിരിക്കും. നിങ്ങളൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളുള്ള ഉമ്മമാരോടാണ് പറയുന്നത്, എല്ലാവർക്കും അറിയാനും വേണ്ടിയിട്ട്. ഇവിടെ ഹെയ്സന് സുഖമില്ല. അപ്പോൾ എന്താ റീസൺ എന്ന് വെച്ചാൽ ഫുഡ് ഇൻഫെക്ഷൻ ആയതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക. ഞാനിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഈ സീസണുമാണ് ഓൾറെഡി സ്വത്ത് ആപ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ആപ്പിൾ നിങ്ങൾ കൊടുക്കുകയാണെങ്കിലും എടുക്കണം. ആപ്പിൾ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്യുക. തൊലി ഫുള്ളായിട്ട് ചെത്തി കളഞ്ഞതിന് ശേഷം മാത്രം അവർക്ക് കൊടുക്കുക. കാരണം എൻ്റെ മോനിപ്പോൾ ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു 100 ഇരട്ടിക്ക് എനിക്കും കഷ്ടമുണ്ട്. ഡെയിലി ഒരു 10 പ്രാവശ്യമെങ്കിലും വയറ്റുന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഐഷുകുട്ടിയെ നമുക്ക് കാണാൻ പോകാറാണ്. കുട്ടി അടിപൊളിയായിട്ട് അവർക്ക് ഐഷുകുട്ടിക്ക് അടിപൊളി ട്രീറ്റ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഹേസ് ഇത് വായിലിടുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഐഷു. ഐഷു ഹായ് പറയാം, എല്ലാവർക്കും സംസാരിക്കേ, എന്തെങ്കിലും പറയേ.
ഐഷു സുഖാണോ എന്ന് ചോദിച്ചാണ് സുഖുണ്ടോ. അവിടെ തന്നെ നിൽക്കണം. ഐഷുക്ക് യൂട്യൂബിൽ വരാൻ ഇഷ്ടാണോ? അതിനെ പറ്റിട്ട് പറയും. ഇഷ്ടാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ട് വാ. നമ്മുടെ കുട്ടനെ ഇവിടെ നോക്ക്. ഇന്ന് കുട്ടന് ഞാൻ അടിപൊളി ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുച്ചുവിൻ്റെ ഒരു ഡ്രസ്സാണ്. ചുച്ചുൻ്റെ അല്ല, ജയമോളുടെ ഡ്രസ്സാണ് കേട്ടോ. അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഐഷുക്കുട്ടി ആരാന്ന് പറയട്ടെ, എൻ്റെ ഇക്കാടെ മൂത്ത താത്താടെ പേരക്കുട്ടിയാണ് കേട്ടോ ഐഷു. ഐഷുക്ക് യൂട്യൂബിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്ന് തലേ ദിവസമായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമായിട്ട് ഇടാൻ വേറെ വീഡിയോസൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ ആ ക്ലിപ്പ് ആഡ് ചെയ്തത്. പിന്നെ കുട്ടികൾക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഹയാന എക്സാമാണ്, അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീനിങ് പറക്കുന്നു. കണീന്റെ മീനിങ് രാവിലെ ഉണരുമ്പോൾ ആദ്യം കാണുന്ന വസ്തു. അതാണ് കണി പറഞ്ഞാല്. ഫാനാണെന്ന് പറഞ്ഞിട്ട് കണി വന്നിട്ട് എഴുതാം കേട്ടോ. എന്റെ ശബ്ദം. ഇനി മോഡി പറഞ്ഞ നരേന്ദ്രമോദി. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ജാർ കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് റൈനക്കുട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ ഇടാം. അപ്പോൾ നമ്മുടെ പണി ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്താണ് എന്ത് വേണം? അത് വേണോ? കേട്ടോ.